സർ, ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ എവിടെ നോക്കിയാലും ഫൈനാൻഷ്യൽ ഫ്രീഡത്തെക്കുറിച്ചാണ് ചർച്ച. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഫൈനാൻഷ്യൽ ഫ്രീഡം? ഓക്കെ, ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ ജോലി കൊണ്ട് നമുക്ക് 1000 രൂപ കിട്ടി, ആ കുടുംബത്തിന് ജീവിക്കാനായിട്ട് പറ്റി. അപ്പം നാളെ വീണ്ടും 1000 രൂപയ്ക്ക് ജോലി ചെയ്ത് നാളെ ജീവിച്ചു. അപ്പോൾ ഈ മാസം നമുക്ക് കിട്ടി, ജീവിച്ചു. അടുത്ത മാസം ജീവിച്ചു, അല്ലെങ്കിൽ ഈ വർഷം കിട്ടിയ വരുമാനം കൊണ്ട് ഈ വർഷം നമ്മൾ ജീവിച്ചു. പക്ഷെ മനുഷ്യൻ്റെ ഈ ലോഞ്ചിവിറ്റി നോക്കുമ്പോൾ ഇപ്പോഴൊക്കെ ഒരു 85, 88 ഒക്കെയാണ് ആൾക്കാർ കൂടുതലും മരിക്കുന്നത്. പക്ഷേ ഈ 2030, 2032 ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ പത്രത്തിൽ കാണുന്ന ചർമ്മക്കോളം എല്ലാം ഈ 95 എബോ ആയിരിക്കും. കാരണം ഇങ്ങനെ നമ്മുടെ ലൈഫിൻ്റെ ലോഞ്ചിവിറ്റി ഉയർന്നുകൊണ്ടിരിക്കുക. അപ്പം പിന്നെ ഇപ്പം നമ്മൾ 100 എത്തുന്ന ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ ഇതും കഴിഞ്ഞിട്ട് നമ്മളൊരു കുറേ കാലം കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ശതമാനം ആൾക്കാർ 100 എത്തിയവരായിരിക്കും. സെൻറ്റിനേറിയൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കാകെ ജോലി ചെയ്യാൻ പറ്റുന്ന ഇന്നൊരു 10-65 വയസ്സ് വരെയൊക്കെ പറ്റുള്ളൂ. ബാക്കിയുള്ളൊരു 10, 30, 35 വർഷം നമ്മൾ ജോലിയില്ലാതെ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇതൊരു വലിയ പ്രോബ്ലമാണ്. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്തെ പ്രോബ്ലമാണ്. ഞാനിപ്പോൾ ഈ അടുത്തിടെ ഒരു റിസർച്ച് ചെയ്തൊരു ലിസ്റ്റ് ഞാൻ ഒരുപാട് പേർക്ക് അത് അയച്ചു കൊടുത്തു. ബില്യണയർ, US ടേംസിൽ ബില്യണയർ ആയിട്ട് ഇരുന്നിട്ടുള്ള ആൾക്കാർ അതിൽ നിന്നും 0-ൽ എത്തിയിട്ട് ജോലിക്ക് പോകുന്ന അവസ്ഥ. ഡസൻ കണക്കിന് ആൾക്കാർ ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. കാരണം അത് അവരുടെ, അപ്പോൾ അതിൻ്റെ റീസൺസ് ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ് ലോ ബ്രേക്ക് ചെയ്തത് ഇങ്ങനെയുള്ള കാര്യത്തിൽ കൂടെയാണ് ഇവർക്ക് ഈ ഇത് പറ്റിയേക്കുന്നത്. 0-ൽ പോയ ആൾക്കാരുണ്ട്, അവരെങ്ങനെ ജീവിക്കും? അപ്പം നമ്മളിവിടെ കേരള ഗവൺമെൻറ് കൊടുക്കുന്ന വയസ്സായവർക്ക് 1000 രൂപ 2000 രൂപ പെൻഷനും കൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അബ്സല്യൂട്ട് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിക്കുന്ന ഇതേ സൗകര്യങ്ങളും ചിലവുകളും ഒക്കെ ആയിട്ട് നമ്മൾ ജീവിതത്തിൻ്റെ ലാസ്റ്റ് ഡേ വരെ ജീവിക്കാൻ കഴിയണം. അപ്പോൾ ഈ ലാസ്റ്റ് ഡേ വരെ ജീവിക്കാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോരുത്തരും, ഇപ്പോൾ ചിലപ്പോൾ 40 വയസ്സുള്ള ഒരാൾ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി ഒരു ദിവസം ജീവിക്കുമ്പം, ഒരു ദിവസം നമ്മൾ ജീവിക്കുമ്പം വേറൊരു ദിവസം ജീവിക്കാനുള്ള പൈസ നമ്മുടെ സേവിങ്സിലോട്ട് പോകണം. SIPയിലോ ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്ക് ആൻഡ് ഷെയർസിലോ എന്തെങ്കിലും നമുക്ക് നല്ല ഗ്രോത്ത് കിട്ടുന്നൊരു സംഭവത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു മാസം നമ്മൾ ശമ്പളം വാങ്ങിച്ച് നമ്മുടെ കുടുംബം കഴിയുന്നുണ്ടെങ്കിൽ മറ്റൊരു മാസം ജീവിക്കാനുള്ള പൈസ ഇതിൽ നിന്ന് സേവിങ്സിൽ പോകണം. പണ്ട് ഇത്രയും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ആരാണോ 40-50 വയസ്സായിട്ടും നമ്മൾ ഇന്ന് ഒരു ദിവസം ചിലവാക്കുമ്പോൾ ഏൺ ചെയ്യുമ്പോൾ മറ്റൊരു ദിവസത്തേക്കുള്ള പൈസയും കൂടെ നമ്മൾ ഏൺ ചെയ്യുന്ന പൈസയും കൂടെ നമ്മളിത് സൂക്ഷിച്ച് വെച്ചിട്ടില്ലെങ്കിൽ, അപ്പോൾ ഞാനതിന് പറഞ്ഞു കൊടുക്കുന്ന സിമ്പിൾ ഇതാണ്. നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വരുന്നതിൽ നിന്ന് 500 രൂപയോ 400 രൂപയോ, എല്ലാ ആഴ്ചയും 10,000-2000 രൂപയോ, എല്ലാ മാസവും കിട്ടുന്നതിൽ നിന്ന് 5000 രൂപയൊക്കെ അതിനകത്ത് ഇട്ട് പോയി കഴിഞ്ഞാൽ അതവിടെ കിടന്ന് വളർന്നുകൊണ്ടിരിക്കുക. ഇന്ത്യയിലൊരു 10-300 കമ്പനികൾ ഭയങ്കര ഗ്രോത്തുള്ള കമ്പനികളാണ്. അപ്പോൾ അത് നമ്മൾ കുറേ കാലം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞതുപോലെ 90, 95, 98 വയസ്സ് വരെ ജീവിക്കാനുള്ള സമ്പത്ത് അതിനകത്തുണ്ടാകും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ തന്നെ പഠിപ്പിക്കുന്നതിനകത്ത് ചില ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ചില അപൂർവങ്ങളായ ഇൻവെസ്റ്റ്മെൻറ്റും ചില സെക്യൂർഡ് ആയിട്ടുള്ള ബിസിനസ്സുകളും നമുക്കൊരു ആനുവലി 40% മുകളിലൊക്കെ നമുക്ക് റിട്ടേൺസ് കിട്ടാവുന്നുണ്ട്. സാധാരണക്കാർക്ക് അത് കണ്ടെത്താൻ പറ്റില്ല. നമ്മൾ വളരെ വളരെ ഡീപ്പ് റിസർച്ചിലൊക്കെ നമുക്കത് കണ്ടെത്താൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളതിനകത്ത് നമ്മൾ, അപ്പോൾ എനിക്കിതൊന്നും വാങ്ങിച്ചുണ്ടാക്കി കൊടുക്കാനൊന്നും സമയം കിട്ടില്ല. പക്ഷേ ഞാൻ അത് പഠിപ്പിച്ചു കൊടുത്തിട്ട് നമ്മളൊരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് അവർ പ്രധാനമായിട്ടും ശ്രമിക്കണം. അപ്പോൾ ശ്രമിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം, നേരത്തേക്കാണ് ഒരു 10% സൂക്ഷിക്കുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ്. വരുമാനത്തിൻ്റെ 10% നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു സ്റ്റാൻഡേർഡ്. പക്ഷേ ഇപ്പോൾ അതല്ല. ഒരു ദിവസം ജീവിക്കും, മറ്റൊരു ദിവസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പൈസ. കാരണം വെച്ചാൽ നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 55-56 വയസ്സിൽ റിട്ടയർ ആയി കഴിഞ്ഞാൽ ഒരു 65 വയസ്സിനകത്ത് അങ്ങ് മരിക്കുക, വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഈ 65 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ലൈഫാണ് ഇപ്പോൾ, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഈ പറഞ്ഞത് ഇപ്പോഴത്തെ 85-58 ആണെങ്കിൽ നമ്മൾ 95-ലേക്ക് 100-ലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഇത് ഗവൺമെൻറ് ഇതിനു വേണ്ടി പ്ലാനിങ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് മനസ്സിലാക്കുന്ന ആൾക്കാർ, സിറ്റിസൺസ്, ഇത് ഗവൺമെൻറ് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് ഈ പൈസ കൊണ്ടൊന്നും ഒരിക്കലും ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യരുത്, അതൊരു വലിയ ഡേഞ്ചറാണ്. അപ്പോൾ എനിക്ക് 95 വയസ്സാകുമ്പോഴത്തേക്കും ജീവിക്കാനായിട്ട് നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവരെ നിക്ഷേപമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ആ കമ്പനി റിട്ടയർ ചെയ്താൽ എന്ത് പറ്റും? ഞാൻ പഠിപ്പിക്കുമ്പം പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്.
നമ്മളെവിടെയെങ്കിലും നല്ല ഇപ്പം നല്ല ഫിനാൻഷ്യൽ കാര്യങ്ങൾ കാഴ്ചവെക്കുന്ന കമ്പനിയിൽ കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ അവരുടെ മക്കളൊക്കെ ആയിരിക്കും, മറ്റ് ഡയറക്ടേഴ്സൊക്കെ ആയിരിക്കും നടക്കുന്നത്. അവരുടെ കാൽക്കുലേഷൻ തെറ്റി. അങ്ങനെ അവരുടെ കാൽക്കുലേഷൻ തെറ്റിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? സത്യം കമ്പ്യൂട്ടേഴ്സ് എവിടെ പോയി? നോക്കിയ എവിടെ പോയി? കൊഡാക്ക് എവിടെ പോയി? അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ നമ്മളെ കൊണ്ട് നിക്ഷേപിച്ചിട്ട് കാര്യമില്ല. ഇപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 10-40 മേഖല ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അതിനകത്ത് നമ്മളൊരു ഇക്വിറ്റി നമ്മളല്ല നടത്തുന്നത്, പക്ഷേ നമ്മളത് ഇക്വിറ്റി ഓണറാണ്. നമ്മൾ തന്നെയാണ് അതിൻ്റെ ഉടമസ്ഥൻ. ആ ഉടമസ്ഥ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഭയങ്കര സുരക്ഷിതത്വമുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ചുമ്മാ അങ്ങ് പരസ്യങ്ങൾ നോക്കിയിട്ടൊന്നും ചെയ്യാവുന്നതല്ല, നല്ലപോലെ പഠിച്ചിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ഓരോരുത്തർക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ സമയം കിട്ടത്തുമില്ല. എനിക്കിത് വാങ്ങിച്ചു വിടാനോ പിന്നെ എന്താണ് റിട്ടേൺസ് കൊടുക്കാനോ ആ സമയം വരെ ഞാൻ ജീവിച്ചിരിക്കുന്നില്ല, എന്ത് ചെയ്യും? പക്ഷേ എൻ്റെ കയ്യിൽ നോളജ് ഉണ്ട്, ഞാനത് നല്ലപോലെ പഠിപ്പിച്ചു കൊടുക്കാം. അത് പഠിച്ച് കിട്ടുന്ന ആൾക്കാർ ഇന്ന് ജീവിക്കുന്ന ഇതേ അവസ്ഥയിൽ 99 വയസ്സിലും നമ്മൾ ചിലപ്പോൾ ബെഡ് റിഡൻ ആയിരിക്കും. ഓഫ് കോഴ്സ് നമുക്ക് ചിലപ്പം ഡിമെൻഷ്യ വന്നിട്ടുണ്ടാവാം, അല്ലെ അൾഷിമേഴ്സ് ഡിസീസ് വന്നിട്ടുണ്ടാവാം, ഒക്കെ ആയിരിക്കാം. നമുക്ക് ഓർമ്മയൊന്നും ചിലപ്പോൾ കാണത്തില്ലായിരിക്കാം, ചിലപ്പോൾ കാണുമായിരിക്കും, കാണത്തില്ലായിരിക്കാം. എന്നാൽ പോലും നമുക്ക് കൃത്യമായി നമ്മളെ ആരെ ആശ്രയിക്കാതെ നമുക്ക് കൃത്യമായി നമ്മളുണ്ടാക്കിയ പൈസയിൽ ലാസ്റ്റ് ബ്രീത്ത് വരെ ജീവിക്കുന്ന ആ ഫ്രീഡമാണ് അബ്സല്യൂട്ട്ലി ഫൈനാൻഷ്യൽ ഫ്രീഡം. അത് ഒരു MBAക്കൊക്കെ പഠിക്കുന്ന കഴിഞ്ഞും കൂടുതൽ പഠിക്കാനുണ്ട്. കാരണം ഇതേതാണ് ഇത്രയും കാലത്തേക്ക് നമുക്ക് കൃത്യമായി നല്ല പറഞ്ഞില്ല ഒരു 40% നമുക്ക് ആനുവൽ റിട്ടേൺസ് കിട്ടാവുന്ന സാധനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അതിനകത്തൊന്നും അവർക്ക് ആർക്കും മാർജിനോ നേട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും കാണിച്ചു തരത്തില്ല. നമ്മൾ തന്നെ കണ്ടെത്തി സുരക്ഷിതത്വം ഉറപ്പ് വരുത്തി അത് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അടുത്തും ലോയറുടെ അടുത്തൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവരത് നോക്കി വെറ്റ് ചെയ്ത് സൂക്ഷ്മ നിരീക്ഷണം നടത്തി ഉറപ്പിച്ചു തരും. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ഇതാണ് ഞാൻ പറയുന്ന ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം. ഇതിനെക്കുറിച്ചൊക്കെ ആക്ച്വലി ഞാനിപ്പോൾ ക്ലാസ്സസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ വർഷമാണിത് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന പേഴ്സണൽ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞ് ഞാനൊരു 10 വർഷം മുമ്പൊക്കെ നടത്തിക്കൊണ്ടിരുന്ന കോഴ്സുണ്ട്. നമുക്ക് അതിനകത്ത് വരുന്ന വരുമാനം എവിടെ നമ്മൾ സൂക്ഷിക്കണം, അതാണ് ഏറ്റവും ലാഭം എന്നുള്ളതായിരുന്നു അതിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തേന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്മിനൻറ്റ് ഡേഞ്ചറാണ്. 60 കഴിഞ്ഞ ആൾക്കാരെ എന്നെ ഒരു വിധത്തിൽ സഹായിക്കാൻ പറ്റത്തില്ല. 30-ലോ 40-ലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ചെറിയ സംഭവത്തിൽ തുടങ്ങി ഈ 99 വയസ്സ് വരെ നല്ല സുഖമായിട്ട് നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ അവരെ പഠിപ്പിച്ചെടുക്കാം. ദേ ഷുഡ് ഡു. ഞാൻ പഠിപ്പിക്കത്തേ ഉള്ളൂ, വേറെ ഈ അതിനകത്തൊരു കച്ചവടം എനിക്കില്ല. ഇപ്പോൾ വ്യക്തമായാലും എന്താണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന്.